ഹലോ ഗൈസ്, അങ്ങനെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ക്രൂസ് ഡേ എന്ന ഐലൻഡിലേക്ക് പോകാനായിട്ട് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ടിക്കറ്റിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 300 രൂപ വെച്ചിട്ട്. അങ്ങനെ മിനിമം 7 പേരെങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഐലൻഡിലോട്ട് കൊണ്ടുപോകുള്ളൂ കേട്ടോ. എൻ്റെ കൂടെയുള്ള കണ്ണൻ ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വെയിലില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ബോട്ട് വരട്ടെ, ബോട്ട് വന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അവനത് ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട്. കയറിക്കോ. നമ്മളങ്ങനെ ബോട്ടിലങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദൂരമുള്ളതാണ് തോന്നുന്നത്. നല്ല മഴയ്ക്കുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഫൈനലി നമ്മളങ്ങനെ ഐലൻഡിലോട്ട് എത്തിയിരിക്കുന്നു ഗോയ്സ്. തിമിംഗലത്തിന്റെ അസ്ഥി എന്നോ കണ്ടത്? തിമിംഗലത്തിന്റെ എന്തോ അസ്ഥി എന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. കണ്ണം കണ്ടിട്ട് പറയണത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പറയണത്. ഇവിടെ നമ്മുടെ കറ്റാർ വാഴയുണ്ട് കേട്ടോ. ഇതെന്താ സ്പെഷ്യൽ കറ്റാർ വാഴ എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ കാണുന്ന ചെടി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ഐലൻഡിലെ ചെറിയൊരു മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെന്തോ സാധനം? ഇതൊക്കെ പവിഴപ്പുറ്റുകളാണ് തോന്നുന്നു കേട്ടോ. പവിഴപ്പുറ്റുകളാണ്. എന്താ ഇതിന്റെ പേര്? കളർ എന്നാ? ഇത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ബ്രീഡ് ചെയ്തെന്നോ? അത് ഡോൾഫിന്റെ അസ്ഥിയിലിരിക്കണത് പൊങ്ങി കിടക്കുന്ന കല്ലോ? അതിന് കല്ലല്ല. എന്തോ അയാൾ എന്തൊക്കെയോ തള്ളി മറിച്ചിട്ട് പോണല്ലേ ഉള്ളതന്നെ. ഇതാണേട്ടോ ഇവിടുത്തെ ചെറിയൊരു മ്യൂസിയം എന്ന് പറയാം. കാര്യമായിട്ട് പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്, പിന്നെ നമ്മൾ അവിടെ കണ്ടില്ലേ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. അന്ത കാലത്തിൽ നിർമ്മിച്ചതാണ്. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കണ്ട ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് മാത്രം കുറച്ച് കാട് കയറ്റിയുള്ളൂ. ബാക്കിയെല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ കാണുന്ന ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ചൊരു പഴയ ഒരു ലൈബ്രറിയാണ്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു കിണറാണ് അവരുടെ കുടിവെള്ളത്തിനായിട്ട്. ഇതൊക്കെ ആയവരുണ്ടാക്കി. നമ്മൾ നടന്ന് ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പോവാം. ഇവിടുത്തെ ബീച്ചിനുള്ളൊന്നും ഇതില്ല കേട്ടോ, തിരയില്ല അല്ലേ? എന്തുവാടാ മീന? എവിടെ പിടി? വലിയ മീനെന്നാണ് കാരണം പറഞ്ഞോട്ടെ. ഞാൻ ഒന്നിനെയും കണ്ടില്ല. എവറാ? ഐലൻഡിൽ നിന്ന് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇവിടെ കാണാനായിട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണാനായിട്ടുള്ളത്. ഒന്ന് ആ മ്യൂസിയത്തിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതെന്ന് പറയുന്ന കുറച്ച് കെട്ടിടങ്ങളുണ്ട്. പിന്നെ ഒരു കിണർ കാണിച്ചു തന്നു പുള്ളി. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഐലൻഡിൽ കാണാനുള്ളത്. ഇവിടെ വരാനുള്ള ചാർജ് എന്ന് പറയുന്നത് 300 രൂപയാണ്. 300 എനിക്ക് 300 അവന് 300, അങ്ങനെ 600 രൂപ പോയി കിട്ടി. 100 രൂപ കൊടുത്ത് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വരുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഐലൻഡ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആയിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് വലിയ ഫേമസ് ഒന്നുമല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്.
ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ എല്ലാം ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് ക്രൂസ് ഡൈ ഐലൻഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ബോട്ട് കയറി അക്കരെ പോകുന്നു, അവിടെ നേരെ വണ്ടി എടുക്കുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടുന്ന പ്രതീക്ഷ. എല്ലാവർക്കും ബൈ ബൈ.